നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്ന് നിരവധി പ്രവാസികൾക്കാണ് തങ്ങളുടെ തൊഴിൽ നഷ്ടമായത്. ശമ്പളം പോലും ലഭിക്കാതെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നത് അനവധി പേരാണ്. ഇത്തരത്തിൽ ഒട്ടനവധി പ്രവാസികൾ നാട്ടിലേക്ക് വന്നതിന് പിന്നാലെ ദുരിതത്തിലായിരിക്കുകയാണ് ഒരു ഗൾഫ് രാഷ്ട്രം, അതായത് കുവൈറ്റ്. കുവൈറ്റിൽ കോവിഡ് പ്രതിസന്ധിയുടെ ഭാഗമായി 3 ലക്ഷത്തിലേറെ പ്രവാസികൾക്കാണ് റെസിഡൻസ് പെർമിറ്റ് നഷ്ടമായിരിക്കുന്നത്. ഇത് രാജ്യത്തെ വിവിധ മേഖലകളെ പ്രതികൂലമായി ബാധിച്ചതായാണ് വിലയിരുത്തൽ. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഇത് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുകയാണ്. 2021 ജനുവരി 1 മുതൽ നവംബർ 15 വരെയുള്ള കാലയളവിൽ 3,16,700 വിദേശികളുടെ ഖാമ റദ്ദാക്കപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും അറബ് മേഖലയിൽ നിന്നുമുള്ളവരാണ് ഇഖാമ നഷ്ടമായവരിൽ കൂടുതലും. റിയൽ എസ്റ്റേറ്റ് മേഖല, റെസിഡൻഷ്യൽ, കൊമേഴ്സ്യൽ, പ്രോപ്പർട്ടി മാർക്കറ്റ്, ചെറുകിട വ്യാപാരം, റെസ്റ്റോറന്റുകൾ തുടങ്ങിയ മേഖലകളിൽ ഇതിന്റെ പ്രതിഫലനം അനുഭവപ്പെട്ടു തുടങ്ങിയതായാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇവിടങ്ങളിൽ ആവശ്യത്തിന് ജോലിക്കാരില്ലാതായിരിക്കുന്നു. ഇത് പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുമുണ്ട്. പാചകക്കാർ, സെയിൽസ് മേഖലയിലുള്ളവർ തുടങ്ങിയ പ്രത്യേക നൈപുണ്യം, പരിചയവും ആവശ്യമായ മേഖലകളിലാണ് പ്രവാസികളുടെ അഭാവം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ സാധിക്കുന്നത്. ഈ ജോലികളിൽ പകരം ആളുകളെ വയ്ക്കാനില്ലാത്ത സ്ഥിതിയും ഇതിനോടകം തന്നെ ഉരുവായിട്ടുണ്ട്. അങ്ങനെ 1 വർഷത്തിനകം ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് റെസിഡന്റ് പെർമിറ്റ് നഷ്ടമായതോടെ പല വീടുകളും താമസക്കാരില്ലാതെ അടഞ്ഞുകിടക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങൾ പലതും അടഞ്ഞുകിടപ്പാണെന്നും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. താമസിക്കാൻ ആളില്ലാത്തത് കൊണ്ട് തന്നെ വീടുകളുടെ വിലയിലും വാടകയിലും വലിയ ഇടിവാണ് ഇപ്പോൾ കുവൈറ്റിൽ അനുഭവപ്പെട്ടു വരുന്നത്. വില പരമാവധി കുറച്ചു നൽകിയാൽ പോലും അവ എടുക്കാൻ ആളില്ലാത്ത സ്ഥിതിയും ഇവിടെ അനുഭവിച്ചറിയാൻ സാധിക്കും. അതേസമയം ലക്ഷക്കണക്കിന് പ്രവാസികൾ റെസിഡന്റ് പെർമിറ്റ് നഷ്ടമായതോടെ രാജ്യത്ത് വിവിധ തൊഴിൽ മേഖലകളിൽ തൊഴിലാളി ക്ഷാമം രൂക്ഷമായിട്ടുണ്ട്. കുവൈറ്റ് സർവകലാശാലയിൽ കോളേജ് കൊമേഴ്സ് മുൻ ഡീൻ ഡോക്ടർ സാദിഖ് അൽ ബസാം അഭിപ്രായപ്പെട്ടത് ഇപ്രകാരമാണ്. പ്രത്യേക തൊഴിൽ നൈപുണ്യം ആവശ്യമായ മേഖലകളിലുണ്ടായ തൊഴിലാളി ക്ഷാമം തൊഴിൽ കമ്പോളത്തിൽ അവരുടെ ഡിമാൻഡ് വർദ്ധിക്കാനും അത് വലിയ ശമ്പളം ആവശ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. പല തൊഴിലുടമകളും മറ്റ് സ്ഥാപനങ്ങളിൽ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ശമ്പളവും ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്തവരെ ജോലിക്കെടുക്കുന്ന സ്ഥിതിയും ഇപ്പോൾ കുവൈറ്റിൽ കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കോവിഡ് കാലത്ത് പ്രവാസികളുടെ എണ്ണത്തിനുണ്ടായ കുറവ് വലിയ പ്രതിസന്ധിക്ക് കാരണമായിട്ടില്ലെന്ന് അഭിപ്രായപ്പെടുന്നവരും ഇതോടൊപ്പം തന്നെയുണ്ട്. കോവിഡ് കാരണം സാമ്പത്തിക പ്രതിസന്ധിയിലായ സ്ഥാപനങ്ങളും മറ്റും കഴിവ് കുറഞ്ഞവരും ആവശ്യമില്ലാത്തവരുമായ ജീവനക്കാരെയാണ് ജോലിയിൽ നിന്ന് ഒഴിവാക്കിയതെന്നും അത് രാജ്യത്തെ കാര്യമായി ബാധിച്ചിട്ടില്ലെന്നുമാണ് ഇത്തരത്തിലുള്ളവർ പറയുന്നത്. മുൻ പാർപ്പിടകാര്യമന്ത്രിയും കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗവുമായ യഹ്യ അൽ സുമൈത്ത് ഈ അഭിപ്രായക്കാരനാണ്. രാജ്യത്തെ തൊഴിൽ കമ്പോളത്തിന് ആവശ്യമില്ലാത്ത തൊഴിലാളികളാണ് പിരിച്ചുവിടപ്പെട്ടതെന്നും അവർ പോയതിനാൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അത് ദോഷകരമായി ബാധിക്കില്ലെന്നും അദ്ദേഹം പറയുകയായിരുന്നു. പ്രവാസികൾക്കൊപ്പം അവരുടെ കുടുംബങ്ങളും രാജ്യം വിട്ടതിനാൽ തന്നെ വീട്ടുവാടകയിൽ വലിയ കുറവുണ്ടായതായും അദ്ദേഹം പറയുകയുണ്ടായി. കൂടാതെ അവധിക്കായി സ്വദേശങ്ങളിൽ പോയവരിൽ പലർക്കും തിരിച്ചെത്താനാവാതിരുന്നതും പലരുടെയും റെസിഡന്റ് പെർമിറ്റ് റദ്ദാക്കാനുള്ള കാരണമായി മാറി. കോവിഡ് മൂലം കുവൈറ്റും വിവിധ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങൾ കാരണം ഇവർക്ക് കുവൈറ്റിലേക്ക് തിരിച്ചു വരുവാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. പലയിടങ്ങളിലും 1 വർഷത്തിലേറെ യാത്രാ നിയന്ത്രണങ്ങൾ നീളുകയായിരുന്നു. 6 മാസത്തിലേറെ കാലം കുവൈറ്റിന് പുറത്ത് തങ്ങേണ്ടി വന്നതോടെ വിസ കാലാവധി സ്വാഭാവികമായി അവസാനിക്കുകയും അവരുടെ കുവൈറ്റിലേക്കുള്ള തിരിച്ചുവരവ് മുടങ്ങുകയുമായിരുന്നു. കോവിഡ് മൂലം രാജ്യത്തിന് പുറത്ത് കുടുങ്ങിപ്പോയവർക്ക് ഓൺലൈനായി റെസിഡൻസി പുതുക്കാൻ ആഭ്യന്തര മന്ത്രാലയം സൗകര്യം ഒരുക്കിയിരുന്നെങ്കിലും വലിയൊരു ശതമാനം ആളുകൾ ഇത് പ്രയോജനപ്പെടുത്തിയില്ല. ഇതുമൂലമാണ് ഇത്തരത്തിൽ പ്രവാസികൾക്ക് ഇഖാമ റദ്ദു ചെയ്യാനുള്ള കാരണമായി മാറിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.